എവിടെയും എപ്പോഴും എങ്ങനെയും കണ്ണിൽ തീയോടെ കയ്യിൽ കരുത്തോടെ നെഞ്ചിലുറപ്പോടെ ഒറ്റയ്ക്ക് ഇന്ന് ജയിക്കുന്നവനുണ്ടല്ലോ, അവനടാണ്. അതിനൊക്കെ ചെറുപ്രായത്തിൽ അമ്മയുടെ മുലപ്പാൽ കുടിക്കണം. നിന്നെ പോലെ കഴുതപ്പാൽ കുടിച്ചിട്ടൊന്നും കാര്യമില്ല. ഏയ്, എന്താടാ കഴുതയെ പോലെ അമർന്ന്? എല്ലാം ശരിയായിട്ട് ചെയ്തിട്ട് അവസാനം ഒരു തെറ്റ് ചെയ്ത് കണ്ടോ? മോനോട് അച്ഛനെ പറ്റി പറഞ്ഞില്ലേ? സൂപ്പർ മാറ്റർ. ഏയ്, ഞങ്ങൾ അച്ഛന്മാര് പറയുന്ന കേൾക്കില്ല, അത് പ്രായത്തിന്റെ. എന്നാൽ ആ അച്ഛൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി ആര് പറയുന്നത് കേൾക്കില്ല, അടിച്ച് പെരുത്ത് കളയും. അവനോടാണ്. അതൊക്കെ നിന്നെ പോലെ ഒരുത്തനങ്ങനെ മനസ്സിലാവാൻ. മലേഷ്യ കോച്ചയെ മാത്രമേ നീ കണ്ടിട്ടുള്ളൂ. ഇത് കൊച്ചിയാ. ഇവിടെ ഞാൻ ആരാണെന്ന് അറിയാമോടാ? ഡേയ്, ഇതെല്ലാം കണ്ടിട്ട് ഞാൻ ആരെന്നും മനസ്സിലായില്ലേ? കാട്ടിൽ ഞാൻ സിംഹം, ആകാശത്തിൽ ഇടി, കടലിൽ സ്രാവ്, കാറ്റാണ് ചുഴലിക്കാറ്റ്. ചുമ്മാ ചുറ്റി ചുറ്റി അടിക്കും. എവിടാ എന്റെ അച്ഛൻ? നിന്റെ അച്ഛനല്ലേ? അതാ അവിടെ ചോദിക്കേ. നല്ലോണം നോക്കടാ. നമ്മുടെ നാട്ടിലെ ആളുകളെ പോലെയല്ല, നിറയെ എരിവ് കഴിക്കുന്നവരാ. ചിന്തിക്കത്തേയില്ല. എന്റെ എതിര് നിന്ന് സംസാരിച്ച ശത്രുവാണെന്ന് കരുതി കൊന്നുകളയും. അതിനുശേഷമേ ആരാണെന്ന് ചോദിക്കൂ. ഇപ്പൊ മനസ്സിലായോടാ? ഇത് കൊച്ചിയാ. എന്തോ ആകാശമെന്നോ ഇടിയെന്നൊക്കെ പറഞ്ഞു കേട്ടു. ഇടിക്കടാ, ഇടിക്കാൻ. ഏയ്, ഇടിക്ക് മുമ്പേ ഒന്നും വരില്ലേ? മിന്നൽ 10 സെക്കൻഡേ ഉള്ളൂ, പക്ഷെ പവർ 10 ലക്ഷം വാട്ട്സിന് മുകളിലാ. കാണണോ? സർ. യെസ് സർ. ഇവിടെ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? സർ, ഗോച്ച. അതെ, ഗോച്ച. അവനെയല്ലേ ആ ശിവദാസന്റെ മകൻ തല്ലിച്ചതച്ചത്? എന്റെ നാട്ടിൽ വന്ന് എന്റെ പാർട്ട്ണർ ഒരുത്തനെ അടിച്ചെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം അവനെ? ആട്ടെ, നീ ഡോക്ടറാ? പോലീസ് സർ. പോലീസ്? അപ്പൊ ഹോസ്പിറ്റലിൽ നിനക്ക് എന്താടാ പണി? പോയി കണ്ടുപിടിക്കണം അവനെ. ആദ്യം കോച്ചൊക്കെ എങ്ങനെയുണ്ട് നോക്കാം, വാ. എവിടെ ചെന്നാലും ചെന്ന കാര്യം മറന്നിട്ട് സംസാരിച്ചോണ്ട് ഡോക്ടർ, കോച്ച എവിടെ? അകത്തെ മുറിയിലുണ്ട്. ഏയ്, എന്താടാ ഇത്? യോഗാസനം ചെയ്യുക. മെഡിറ്റേഷൻ. മെഡിറ്റേഷൻ അല്ല സാർ, മെഡിക്കൽ മിറാക്കിളായത്. അടിച്ചടി അങ്ങനെ. ഓ, മലേഷ്യക്കാരല്ലേ ഇവർ? അടിച്ചവർ സാധാരണക്കാരല്ല. ജീവൻ മാത്രം ബാക്കി വെച്ച് മിച്ചമുള്ളതെല്ലാം എടുത്തു. വിട്ടാൽ കമ്പനിയും കുളം തോണ്ടുമെന്ന് തോന്നുന്നു. ഇവരുടെ അവസ്ഥ ഇതാണ്. സാർ പ്ലീസ് ഡോണ്ട് ടച്ച് ഹിം. എന്റെ പാർട്ണർ ഒരുത്തനെ അടിച്ചു, അറിയാമോ? സാർ, ഒരാൾ അടിച്ചെന്ന് കള്ളം പറയാതെ. മിനിമം 100 പേരെ അടിച്ചാലേ ഇങ്ങനൊരു അവസ്ഥ വരൂ. സാർ, നിങ്ങൾ കണ്ടായിരുന്നോ? ഞാൻ കണ്ടടാ, ഞാൻ കണ്ട്. നിങ്ങൾ എന്തോ പറയുന്നു. ഏയ്, ഞാനല്ലേ കണ്ടെന്ന് പറഞ്ഞേ. ഇത് ചിലപ്പോ നിങ്ങളുടെ ഹോസ്പിറ്റലായിരിക്കും, പക്ഷെ ഞാൻ ഇവിടെ ഡോക്ടർ. ഇദ്ദേഹത്തെ ആരും അടിച്ചതല്ല. ഇതിലെന്തോ കളിയുണ്ട്. ചേച്ചി പറ ചേച്ചി, അവൻ വന്നില്ലേ? ആരെന്നാ? ശിവദാസന്റെ മോൻ. ശിവദാസന്റെ മോൻ. അവനെ നിങ്ങൾ കൊന്നു കളഞ്ഞില്ലേ? മരിച്ചവൻ എങ്ങനെ തിരിച്ചു വരും? ഇല്ല, കള്ളം. അവൻ ഇടിച്ചു അല്ല, വന്നിട്ട് ഇടിച്ചിട്ടു. എന്ത്? ട്രെയിന് വന്നിട്ട് ഇടിച്ചിട്ടു. ട്രെയിൻ ഇടിച്ചെന്നോ? ചേട്ടാ, അളിയ എന്നോട് ഫോണിൽ സംസാരിച്ചു. അത് കാരണം ഇതൊക്കെ നടന്നത്. സംസാരിച്ചോണ്ട് ലെവൽ ക്രോസ് മുറിച്ച് പോയപ്പോ പുറകിന്ന് ട്രെയിൻ വന്നത് കോച്ച് അറിഞ്ഞില്ല. ഇവരെല്ലാം രക്ഷിക്കാൻ വേണ്ടി ഓടിച്ചെന്നു. കണ്ണടച്ച് കണ്ണു തുറക്കുന്നതിന് മുമ്പേ എല്ലാം കഴിഞ്ഞിരുന്നു. കള്ളം പറയുവാ. അതൊന്നല്ല, നിന്നോട് ഞാൻ പറയുന്നത് അവന് ട്രെയിനാണ് ഇടിച്ചത്. കൊച്ചി വാസുവിന്റെ കോട്ടയാ. ഞാൻ അറിയാതെ ഒരുത്തിനോട് വിശ്വസിക്കേ. ചുമ്മാതിരിക്കേ. ശിവദാസന്റെ മോൻ മരിച്ചു.
അവന് ഗോച്ചയെ കൊന്നു. ഞാൻ അവന് ചെയ്ത ബിസിനസ് ഡീറ്റെയിൽസ് എല്ലാം അവനല്ലേ അറിയൂ. എല്ലാം ലാപ്ടോപ്പിലുണ്ട് സാർ. ലാപ്ടോപ്പ് എന്നാ പാസ്വേഡ് എനിക്ക് അറിയില്ല സാർ. ഞാൻ അദ്ദേഹത്തിന്റെ PA സാർ. എനിക്ക് ബിസിനസ് ഡീറ്റെയിൽസ് മാത്രമേ അറിയൂ സാർ. ഡോക്ടർ വാ വാ. എന്റെ പാർട്ണർ ഗോച്ചയ്ക്ക് എപ്പോ ബോധം വരും? സാർ ബോധം എപ്പോ വേണേലും വരും, എപ്പോ വേണേലും പോവുകയും ചെയ്യും. ഉടനെ വരണം, പക്ഷെ പോകാൻ പാടില്ല. എന്റെ ഗോച്ചയെ ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുപോകാം. ഹോസ്പിറ്റൽ എന്റെ വീട്ടിലേക്ക് മാറ്റ്. ഏയ് വേഗം ഇങ്ങോട്ട് വാ. ആ പുറപ്പെടാം. ഡേ എന്താടാ ആശുപത്രി തന്നെ ഇരിക്കാൻ പോണോ? ചേട്ടാ നമ്മുടെ മുരുകേശൻ. മുരുകേശൻ അവനെ ഒന്നും വെറുതെ വിടാൻ പാടില്ല. ഡേയ് എന്താടാ വെറുതെ വിടാൻ പാടില്ലത്? മുരുകേശ ചേട്ടാ. ഏയ് വേഗം പുറപ്പെടുന്നോ ഇല്ലയോ? പോവാം. അണ്ണൻ മുകളിലുണ്ട്. ശരി. വാടി. ചേട്ടൻ എന്ത് പറ്റി? ട്രെയിൻ ആക്സിഡന്റ്? ട്രെയിൻ അല്ല ഇടിച്ചേ, ആ കുരുവിയെ ഇടിച്ചിട്ടെ. കുരുവിയോ? അവൻ മരിച്ചില്ലടി, ജീവനോടെ ഉണ്ട്. ചേച്ചി, നിനക്ക് വേണ്ടി ജനിച്ചവൻ അവനാ. ഗോച്ചയെ എതിർക്കുന്നവനും അവനാ. അവന്റെ കുടുംബത്തിന് നിന്റെ ചേട്ടൻ ചെയ്ത ദ്രോഹം കുറച്ചൊന്നും അല്ല. അവൻ വരും, തീർച്ചയായും അവൻ നിന്നെ കൂട്ടിക്കൊണ്ടു പോകും. ധൈര്യമായിട്ടിരിക്കെ. ശിവദാസന്റെ മോനെ കണ്ടുപിടിച്ച് കൊന്നു എന്നല്ലേ പറഞ്ഞത്? നമുക്ക് അവസാനം വരെ കോറിയും കോട്ടവാസവും തന്നെ. വേണു നിന്നെ കൊന്നു എന്നല്ലടാ പറഞ്ഞത്? ആ ഗോച്ചേനെ കൊല്ലണമെന്ന് വിചാരിച്ചു, പക്ഷെ ഞാൻ അവനടിച്ച് ശരിയാക്കി. ഗോച്ചയെ നീയാണോ അടിച്ചത്? ഗോച്ചയെ നീയാണ് അടിച്ചതെന്ന് കോട്ടവാസം അറിഞ്ഞ കുറച്ച് ശബ്ദം ഉയർത്തി സംസാരിച്ചെന്ന് വെച്ചോ, കണ്ടില്ലേ? ആശുപത്രി തന്നെ. നീ ഇവിടെ വരാൻ പാടില്ല, വന്നാൽ തിരിച്ചു പോകാൻ പറ്റില്ല. അവന്റെ കണ്ണിപ്പെടാതെ ഞാൻ നോക്കിക്കോളാം. നിന്റെ അച്ഛന് നിന്നോട് ഒരുപാട് സ്നേഹം. അച്ഛൻ എനിക്ക് വേണ്ടി ജീവൻ കളയും, പക്ഷെ ഇവിടുത്തെ ജനങ്ങൾ അച്ഛന് വേണ്ടി ജീവൻ കൊടുത്തിട്ടുണ്ട്. എന്താണെങ്കിലും എൻ്റെ അച്ഛനെ നാട്ടുകാരെ രക്ഷപ്പെടുത്താതെ പിന്മാറില്ല ഈ വേണുഗോപാൽ. ഇറങ്ങ് എല്ലാരും ഇറങ്ങ്. ഇന്നലെ തലയ്ക്ക് അടി കിട്ടിയവനും മുറിവുള്ളവനൊക്കെ അവനവന്റെ സ്ഥലത്തേക്ക് പോടാ. വേണുവാ. ആ കട്ടിലിന്റെ മേലിൽ കിടക്കുന്നില്ല ഒരുത്തൻ, അവനാണ് കൊച്ചി രാജൻ. ഉറക്കം വന്നോടാ? കാല് തടവാൻ പറഞ്ഞാൽ ഉറങ്ങുന്നോ? പറഞ്ഞാൽ നിനക്കൊന്നും മനസ്സിലാവില്ല അല്ലേ? കൊന്നുകളെ ഞാൻ. കണ്ടോ ആ ദുഷ്ടനെ? ആ കൊച്ചുകുട്ടിയെ ഉപദ്രവിക്കുന്നുണ്ടോ? എന്നും അവന്റെ കാല് തടവല്ല കുട്ടിയുടെ പണി. കൊച്ചുകുട്ടിയെ പൊള്ളിച്ചോ? നീയൊക്കെ ഒരു മനുഷ്യനാണ്. എന്റെ അമ്മോ, പോയല്ലോ നാശം. നിർത്തിയടാ. ആരാടവരൊക്കെ? എല്ലാരും ആശുപത്രിയിൽ നിന്ന് വന്നേട്ടാ, ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുവരുവാ. ഇവനാരാ? മുരുകേശൻ, ഡ്രില്ലർ മുരുകേശൻ. മുരുകേശനോ? ചേട്ടാ, നിങ്ങൾ ദിവസം ഒരുപാട് പേര് ഉപദ്രവിക്കുന്നുണ്ടല്ലോ. അവരെല്ലാം ആശുപത്രിയിൽ പോകുന്നു, തിരിച്ചു വരുന്നു. മുരുകേശൻ തന്നെ ഏട്ടാ. ഏട്ടാ, എന്റെ ഏട്ടൻ വന്നു. ഏട്ടാ, ഏട്ടാ, സുഖമായി ഏട്ടാ? അസുഖം എങ്ങനെയുണ്ട്? ഇവളുടെ ചേട്ടനാ. എന്താ മോളെ, നിനക്ക് പറയാറുന്നില്ലേ മോളെ നിന്റെ ചേട്ടൻ ആസ്പത്രിയിലാണെന്ന്? ഞാൻ വന്ന് കിടക്കാമായിരുന്നല്ലോ കൂട്ടിനെ. എന്താടാ കൈ മുറുക്കുന്നേ, കണ്ണു തുറിക്കുന്നേ? വീണ്ടും ആശുപത്രിയിൽ പോകണോ? ചേട്ടാ, ഞാൻ നോക്കിക്കോളാം ചേട്ടാ. ഇവനെ ആശുപത്രിയിൽ പോയ കാര്യം നിനക്ക് ഓർമ്മയില്ലേ? പോയണ്ട, ഇവിടുന്ന് പോയണ്ട. അവന്റെ ശക്തി മുമ്പ് എല്ലാരും കണ്ടതല്ലേ? വീണ്ടും ആശുപത്രി പോണോ?
ഞാൻ നിന്നെ മുരുകേശനാണെന്ന് പറഞ്ഞ് രക്ഷപ്പെടുത്താൻ നോക്കുമോ നീ എന്നെ തന്നെ കൊടുക്കാൻ നോക്കുന്നു. അച്ഛനെ ഒന്ന് കണ്ടുപിടിക്കുന്നവരെ സമാധാനമായിട്ട് ഇരിക്കും. കൂട്ടിക്കൊണ്ട് പോടാ, പോയി തൊലൈ. ആ ആക്സിഡന്റ് എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? ബാഡ് ലക്ക്. ട്രീറ്റ്മെന്റ് അങ്ങനെ പോകുന്നു. മിനിസ്റ്റർ ഒന്ന് അറിയിച്ചേര്. കല്യാണം ഇപ്പോഴില്ല. ഞാൻ പിന്നെ വിളിച്ചോളാം. കല്യാണം ക്യാൻസൽ ചെയ്തോ? താങ്കൾ അറിയിച്ചാൽ മതി, ഞങ്ങൾ അപ്പോൾ വരാം. ഓക്കെ, ശരി. നമസ്കാരം. നടക്കും. ആര് വേണമെന്ന് വിചാരിച്ചാലും ചേട്ടാ ഞാൻ പറഞ്ഞ നിങ്ങൾ വിശ്വസിക്കില്ല. അവള് പറഞ്ഞ നിങ്ങൾ വിശ്വസിക്കും അല്ലേ? എനിക്കറിയാം. അവൻ വരും, വന്ന് അവളെ കൂട്ടിക്കൊണ്ട് പോകും. എന്താണ് ജോൽസിൻ പറഞ്ഞു മനസ്സിലായില്ലേ? ജോൽസിനല്ല, ഞാനാ പറയുന്നത്. ഇന്ന് ഇന്ന് തന്നെ നടക്കും. നിങ്ങളെ കൊന്ന് ഞാനും ചാവും. നീ എന്തിനാ ചാവുന്നേ? ഇന്ന് തന്നെ കല്യാണം. ജോൽസിനെ ഇന്ന് തന്നെ നടത്തണം. എന്തായാലും ചെല്ല്. ചെല്ല്, വേഗം ചെല്ല്. എല്ലാം ശരിയാകും. എന്താ നിങ്ങളൊക്കെ ചെയ്യുന്നേ? ഒന്ന് വേഗം ചെല്ല്. ഇന്ന് തന്നെ കല്യാണം. മുരുകേശ, ഇതാ ഞങ്ങളുടെ കൊട്ടാരം. വൈകുന്നേരം ജോലി കഴിഞ്ഞ് വന്ന ഇവിടെ കൊണ്ട് പൂട്ടിയിടും. ആ ജയിലിൽ നിന്ന് പോന്ന ഈ ജയിൽ. ഏട്ടന്റെ മേലുള്ള എല്ലാ ദൃഷ്ടിദോഷങ്ങളും കാര്യദോഷങ്ങളും മാറിപ്പോകട്ടെ. ഏട്ടാ ഇതിൽ തുപ്പ്. ഹോസ്പിറ്റലിൽ നിന്ന് വന്നതല്ലേ? അതാ. ഞാൻ എന്റെ ചേട്ടനല്ല മോളെ. അറിയാം ഏട്ടാ, എന്റെ ഏട്ടൻ ഇപ്പം ജീവിച്ചിരിപ്പില്ലെന്നും എനിക്കറിയാം. നിങ്ങളെ തൊട്ടപ്പോ തന്നെ മനസ്സിലായി നിങ്ങൾ എന്റെ ഏട്ടനല്ലെന്ന്. ദൈവം വന്ന് നമ്മളെ രക്ഷിക്കുമെന്ന് എന്റെ ഏട്ടൻ അടിക്കടി പറയുമായിരുന്നു. ഏട്ടൻ പറഞ്ഞതിനിയാ നടക്കാൻ പോകുന്നത്. ഞങ്ങളെ രക്ഷപ്പെടുത്താൻ വന്ന ദൈവം നിങ്ങളാണോ? ഉപ്പ് വാങ്ങാൻ പറഞ്ഞിട്ട് വാങ്ങിയില്ലേടാ? മറന്നുപോയേച്ചി. രാജണ്ണ നിന്നെ കാത്തിരിക്കുന്നടാ. കാല് തടവണമെന്ന് അറിയില്ലേടാ. സാറിനെ വീട്ടിൽ ഒന്ന് വിളിച്ചാലേ വരുത്തുള്ളൂ. നിങ്ങളുടെ അണ്ണൻ ഇന്നലെ കൈ പൊളിച്ചിട്ട് എനിക്ക് കൈ വേദനിക്കുന്നു. അവിടെ വന്ന് പറയടാ. ചേട്ടാ വേണ്ട ചേട്ടാ, അവന്റെ കൈ ഒരുപാട് പൊള്ളിയിട്ടുണ്ട്. അത് കരിയുന്നത് വരെ വിട്ടേക്കാം. പകരം നീ വരുവോ? അവൾക്ക് കണ്ണ് കാണില്ലടാ. കണ്ണ് കാണില്ലെന്താ? പെണ്ണല്ലേടാ, വരാനാ പറഞ്ഞേ. വാടി വാടി. കാലല്ലേ, ഞാൻ തടവും. ഇവനാരടാ? ഹോസ്പിറ്റലിൽ നിന്ന് വന്ന അവളുടെ ചേട്ടൻ. നീ തടവോടാ? വേണ്ടേട്ടാ, നീ ഇവിടെ നിൽക്ക്, ഞാൻ പോയിക്കോളാം. അണ്ണാ, അവന്റെ കൈ വയ്യാത്തോണ്ട് ഇവൻ വന്നണ്ണാ. ഇവന്റെ പെങ്ങള് വന്നെങ്കിൽ നന്നായിരുന്നു. ഇവിടെ വാടാ. ചേട്ടാ, അവൻ ഹോസ്പിറ്റലിൽ നിന്ന് വന്ന ചേട്ടാ. അവന് കൈവേദന കാണും. ഞാൻ തടയി തരാം. നീ പോടാ മുരുകേശ. എനിക്ക് അവൻ തന്നെ വേണം. ഇപ്പൊ ഹോസ്പിറ്റലിൽ നിന്ന് വന്നത് കാരണം കൈ നല്ല പഞ്ഞി പോലെ ഇരിക്കും. വാടാ. കൈ നന്നായിട്ട് തടവി. ഇനി കാല് തടവടാ ശരിക്ക്. അയ്യോ, പെമ്പിള്ളേര് തടവുന്ന പോലെ ഉണ്ടല്ലോടാ. എടാ, നിനക്ക് വേദനയില്ലേ? വേദന സഹിക്കാതെ കരയുമെന്ന് വിചാരിച്ചിട്ട്
ഏയ് ആസ്പത്രി പോയി ബലം ശരിക്കും കൂടിയോടാ. ഇനി ആസ്പത്രിയല്ല, നേരെ മോർച്ചറിക്കുക. ചേട്ടാ ചേട്ടാ ഞാൻ നോക്കിക്കോളാം ചേട്ടാ. മുരുകേശൻ നീ പോ. ഹലോ, നീ മുരുകേശനല്ല ശിവദാസന്റെ മോനാണെന്ന് അറിഞ്ഞ ഇവിടെ ഇരിക്കുന്ന ജനങ്ങളുടെ നിന്റെ അച്ഛന്റെ എല്ലാം കഥ കഴിയും. ഡേയ് നില്ല്. അവനല്ലേ നിന്നെ ചുരുട്ട് വെച്ച് പൊള്ളിച്ചത്, പിന്നെ അവൻ എന്തിനാ കിടന്ന് കരഞ്ഞേ? അത് അവനോട് തന്നെ ചോദിക്കാം. ആടല്ലേ, കൊടുത്തുവിടാം ഇപ്പൊ തന്നെ.